ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷനിൽ എന്താണ് സംഭവിച്ചത്. നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ, അവരുടെ റിലേഷൻ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പേഴ്സണുമായിട്ട് എന്ത് കാര്യകാരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, അവരുടെ റിലേഷൻ ബ്രേക്കപ്പ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തെല്ലാം കാരണത്താലാണ് ബ്രേക്കപ്പ് ആവാനുണ്ടായത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഓറയും കാർഡുമായിട്ടുള്ള ഓറയും ചാർജ് ചെയ്തിട്ട് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ പേഴ്സണെ കുറിച്ചുള്ള പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുവാൻ, റീഡിങ് കിട്ടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 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 ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷനിലുണ്ടായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, റിലേഷൻ ബ്രേക്കപ്പ് ആവാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ റിലേഷനിലുണ്ടായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വീൻ ഓഫ് സോർഡ്, the Empress, King of Swords, the Emperor. ഇത് വന്നിരിക്കുന്നത് നോക്കൂ. ദ ക്യൂൻ ഓഫ് സോർഡ്, അതുപോലെ തന്നെ കിങ് ഓഫ് സോർഡും വന്നിട്ടുണ്ട്. ദ എംപ്രസും വന്നിട്ടുണ്ട്, ദ എംപററും വന്നിട്ടുണ്ട്. കറക്റ്റ്, നിങ്ങൾ ഈക്വലായിരുന്നു. ദേഷ്യമാണെങ്കിലും ശരി തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് നോക്കൂ. ഇവിടെ ക്യൂൻ ഓഫ് സോർഡ് വന്നു, അതുപോലെ തന്നെ കിങ് ഓഫ് സോർഡും. നിങ്ങളുടെ പേഴ്സൺ വാളെടുത്താൽ നിങ്ങളും വാളെടുക്കും. നിങ്ങളുടെ പേഴ്സൺ എന്ത് പറഞ്ഞിരുന്നാലും അതുപോലെ അതിന് ഒത്തവണ്ണമായിട്ടുള്ള, കാരണം നിങ്ങൾ കറക്റ്റ് എനർജിയിലായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഈ എംപ്രസും എംപററും വരുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഇമോഷൻ ഉണ്ടായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ കെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. കാരണം ഹസ്ബൻഡ് വൈഫിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഇമോഷണൽ പരമായിട്ടുള്ള യാതൊരു കാര്യത്തിലും വലിയ താല്പര്യങ്ങളും കാര്യങ്ങളും കാണത്തില്ല. എങ്കിൽ തന്നെയും അവർ എന്ത് പ്രശ്നങ്ങൾ ആണെങ്കിൽ തന്നെയും അത് കടക്കാൻ, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാനും ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണുള്ളത്. ഒരുപാട് നോളജുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് നോളജും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവർ കുറച്ച് ഒരു കല്ല് മനസ്സ്, കല്ലാണ് നെഞ്ചിലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കല്ല് പോലുള്ള ഒരു നെഞ്ചുള്ള വ്യക്തിയായിരിക്കും. കാരണം പെട്ടെന്നൊന്നും കരഞ്ഞു പിടിച്ച് നിന്നിരുന്നാലൊന്നും അവരുടെ മനസ്സ് അലിയുന്നതല്ല.
കാരണം അവർക്കുള്ള ഇമോഷൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളം കാണാം. ആ വെള്ളം എന്ന് പറയുന്ന ഇമോഷനെയാണ് ആ വെള്ളം സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് അവർ പ്രകടമാക്കത്തില്ല. അവരുടെ ഉള്ളിൽ സ്നേഹമില്ല എന്നല്ല, അവർ ഉള്ളിൽ ഇമോഷൻ കാര്യങ്ങളുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അത് പ്രകടിപ്പിക്കത്തില്ല. അവർ പ്രകടിപ്പിക്കുന്നത് മൊത്തവും അവരുടെ റൂഡ് ബിഹേവിയറാണ്. അവർ നല്ല രീതിയിൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും എന്ത് പ്രശ്നത്തെയും വരട്ടെ എന്ത് പ്രശ്നം വന്നിരുന്നാലും നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. ആ കാലിലിട്ടിരിക്കുന്നത് കണ്ടില്ലേ, എന്ത് പ്രശ്നത്തെയും നേരിടാനായിട്ട് ഇപ്പോൾ ഒരു വഴക്കം കൊണ്ട് വന്നിരുന്നാൽ തന്നെ അതിനെ ജയിക്കാനുള്ള തയ്യാറെടുപ്പിൽ അവരെപ്പോഴും നിൽക്കും. ഓക്കെ, നല്ല എനർജി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്. നിങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇടപെട്ടിട്ടുള്ളത്. 4 നമ്പറാണ് വന്നിരിക്കുന്നത്. ഏരീസാണ്. നിങ്ങളുടെ പേഴ്സൺ ഏരീസ് ആവാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെർഗോ, ലിബ്ര, ടോറസ്, ജെമിനി, വീനസ്. ഓക്കെ, വീനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത്, എർത്ത് സൈന്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രണയമുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. ഇത് ഒരുപാട് പേര് നോക്കുമ്പോഴത്തേക്ക് പല എനർജിയിൽ കയറി വരാം. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രണയമുള്ള വ്യക്തിയായിരുന്നായിരിക്കാം. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം, നിങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, 2 എനർജി വരാം. ഇരിക്കുന്നത് ഒരു സ്നേഹമുള്ള വ്യക്തികൾ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്ത്, അവരൊരുപാട് സമ്പാദിച്ചത് സ്വന്തം കാലിൽ നിന്ന് സമ്പാദിച്ചിട്ടായിരിക്കും. അത് നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. അവർ സമ്പാദിച്ചതും എല്ലാം അവരുടേതായ ജോലിയിൽ നിന്നുകൊണ്ട് സമ്പാദിച്ചതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കിരീടം മൊത്തം സോഡിയക് സൈനാണ് വരുന്നത്. ഈ 12 സോഡിയക് സൈനും ഇതിൻ്റെ അകത്ത് വന്ന് ആ ഒരു എല്ലാം കൺട്രോളിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 2 എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ഒരു സിംഗിൾ മദർ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മദറിങ് നേച്ചറായിരുന്നു. നിങ്ങളെപ്പോഴും ഒരു ഭയങ്കര സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എപ്പോഴും കണ്ണാടിയൊക്കെ നോക്കി ഒക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും സമാധാനിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നു. പിന്നെ നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങൾ എവിടെയാണോ അവരുമായിട്ട് കുറച്ച് നാൾ കോണ്ടാക്റ്റിലായിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഗ്രോത്ത് വരുന്നതായിട്ട് കാണാം. കാരണം നിങ്ങളെപ്പോഴും പോസിറ്റീവ് ഓറയിലായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് അധികം ആൾക്കാർ ഇടപെട്ടിരുന്നു. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ഒരു ഫാദർ ഫിഗർ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളുടെ ഫാദർ ഫിഗർ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടി ഇടപെട്ടതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മദർ ഫിഗർ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്. സിംഗിൾ മദർ ആവാനും സാധ്യതയുണ്ട്. അതവരുടെ ഫ്രണ്ട്സ് ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേതെങ്കിലും റിലേഷനായിരിക്കാം. കുട്ടികളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ളത്. അവരുടെ ഉപദേശങ്ങളും നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ക്ലാരിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ക്യൂൻ ഓഫ് സോഡിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എനിക്ക് ഇച്ചിരി എനർജി ഡൗണാണ്. ദ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു മദറിങ് നേച്ചറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് കാരണമായത് എന്താണ്? ഒരു മദറിങ് നേച്ചർ, ഒരു മദർ, ഓക്കെ, ഒരു കുഞ്ഞിൻ്റെ അമ്മ, അങ്ങനെ ഒരു സ്ത്രീയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് കൂടുതലും എനർജി. ഇവിടെ 1, 2, 3 മദറിങ് നേച്ചറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫാദറും ഉണ്ട് എങ്കിൽ കൂടെയും കൂടുതലും സ്ത്രീയാണ് നിങ്ങളുടെ റിലേഷനിൽ
തകർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനെ രണ്ടും രണ്ട് പാത്രമാക്കാൻ കൂടുതലും എഫേർട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ മദറായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മദർ റിലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ തന്നെ ആണെങ്കിൽ തന്നെയും അമ്മയുടെ സ്ഥാനം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കാം ആ ഒരു സ്ഥാനം നിങ്ങളുടെ റിലേഷൻ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തി. ഓക്കെ, അടുത്തത് കിങ് ഓഫ് സോഡ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേ നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് കൊണ്ട് അവർ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ അടുത്തേക്ക് വന്ന സ്നേഹവും കെയറുമായിട്ടുള്ള ആ ചാരിയറ്റിനെ അവർ റൂട്ട് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് വിട്ടു. മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് വിട്ടത്? ചിലപ്പം അവരിലേക്കായിരിക്കും വിട്ടത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങളിൽ എത്താത്ത വിധം അവരത് തടഞ്ഞു. നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹവും കെയറിങ്ങും ഒക്കെ തന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് അവിടെ ഒരു ഫെമിനനുമാണ്, ഫീമെയിൽ എനർജിയാണ്, മെയിൽ എനർജിയും കൂടി മിക്സാണ്. അവരിൽ തന്നെ ചിലപ്പോൾ ഫീമെയിൽ എനർജിയും വരും, മെയിൽ എനർജിയും വരും. ഫീമെയിൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ മെയിലായിരിക്കും. മെയിലാണെങ്കിൽ പോലും ചില നുണയും കൊതിയൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് നുണയും കൊതിയും പറയുന്നത് പൊതുവേ കുറവാണ്. ഓക്കെ, അപ്പം അത് സ്ത്രീകളിലാണ്, അതൊരു ശാപമാണ്. അതിപ്പം പെണ്ണുങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിരുന്നാൽ തന്നെയും അതിന് തെളിവുകളെല്ലാം ഉണ്ട്. അതൊരു ശാപം തന്നെയാണ്. ഹിന്ദു വിശ്വാസപ്രകാരം സ്ത്രീ നുണ പറയുന്നത്, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഒരു കാര്യവും സൂക്ഷിച്ചു വയ്ക്കാതെ അത് രഹസ്യങ്ങളെ പരസ്യമാക്കി പറയുന്നത് ഒരു ശാപം തന്നെയാണ്. അപ്പം സ്ത്രീയുടെ സ്വഭാവവും പുരുഷനിൽ തന്നെയും അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ തകർക്കുന്നതിന് പുരുഷനായിരിക്കാം. പക്ഷേ ഇതുപോലെ ഇവിടെ പറയുന്നത് അവിടെ പറയും, അവിടെ പറയുന്നത് ഇവിടെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരു വ്യക്തി ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം. സ്ത്രീ ആണെങ്കിൽ തന്നെയും അവർ പുരുഷൻ്റെ സ്വഭാവവും കൂടിയുള്ള വ്യക്തിയായിരിക്കും. പുരുഷൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് റൂഡായിട്ട് ഹാർഷായിട്ടൊക്കെ പെരുമാറുന്ന രീതി, അങ്ങനെയൊക്കെ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ തകർക്കുന്നതിന് കൂട്ടുനിന്നിരുന്നത്. ഓക്കെ, അപ്പം അവർ നിങ്ങളുടെ പേഴ്സണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താത്ത വിധം ആ സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്താത്ത വിധം ചാരിയറ്റ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ രഥത്തിനെ വഴി മാറ്റിവിട്ടു. ദീദി ചേഞ്ച് കർണേ ഇധർ സെ. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് ടെമ്പറൻസിനെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വളരെ സുന്ദരിയായ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കടന്നു വരൽ ഒരു പക്ഷേ 3 നമ്പറാണ്, ജൂപ്പിറ്റർ. ഓക്കെ, ജൂപ്പിറ്ററാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന വ്യക്തി നിങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്കുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന വ്യക്തികളും നിങ്ങളുടെ പേഴ്സണെ വഴിതിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നിങ്ങളിലേക്ക് എത്താത്ത വിധം അവർ നിങ്ങളുടെ പേഴ്സണെ ഒരു കുഴിയിലേക്ക് ഇടുന്ന വിധം അവർ റൂട്ട് മാറ്റി കൊണ്ടുപോയി. അപ്പം ഒരു ഫൂളിനെ പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയും ഒരു ന്യൂ ബിഗിനിങ് അവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, 9 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുമായിട്ട് അവർ ചില അകൽച്ച വയ്ക്കുകയും നിങ്ങളെ ദൂരത്തേക്ക് മാറ്റുകയും ബ്ലോക്ക് ചെയ്യുന്നതിനും മറ്റും ഇൻഫർമേഷൻ കൊടുത്തതും മറ്റും ഈ വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന 3ാമത്തെ ഒരു വ്യക്തി, അത് ആരുമാകാം. ഒരു മദർ ക്യാരക്ടർ ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ മുടി കളറൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ കളർ ചെയ്യുന്ന വ്യക്തി. ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. ഓക്കെ,
നടത്തുകയോ അതിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അപ്പം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മുൻകൈ എടുത്ത് നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്യിപ്പിച്ച വ്യക്തിയാണ്. ഓക്കെ, ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പഴയകാല ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം നിങ്ങളെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അകറ്റാനുണ്ടായ കാരണം. ഓക്കെ, പിന്നെ ഓക്കെ, അവരുടെ ഉപദേശവും സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചിരുന്നു. ഓക്കെ, അവരുടെ വാക്കിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. അവരുടെ ലൈഫിൽ കുട്ടിക്കാലത്ത് മുതലേ അവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്രതായിട്ട് കെയറിങ്ങും കാര്യങ്ങളും സ്നേഹങ്ങളും ടൈമും ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ചിലവർക്ക് ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടായി. ചിലപ്പോൾ അവർ കുറച്ച് റൂഡായിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നും കാണത്തില്ല. ചില വ്യക്തികൾക്കാണ്, എല്ലാവർക്കും അല്ല ഇത് റെസനേറ്റ് ആകുന്നത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല, അവർ ഈ റൊമാൻറ്റിക്കും കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ഹെർമിറ്റ്, അവരുടെ മൂഡൊക്കെ മാറിയിട്ട് ഒരു ഹെർമിറ്റ് സിറ്റുവേഷനിലേക്ക് മാറുകയും ആത്മീയതയും കാര്യങ്ങളിലുമായിട്ട് തിരിയുകയും പ്രാർത്ഥനയും അങ്ങനെയുള്ള കുറച്ച് പ്രായം ആയ വ്യക്തി ആയിരിക്കാം. അതെല്ലാവർക്കും റെസനേറ്റ് ആവത്തില്ല. കുറച്ച് ഒരു 38-50 വയസ്സിനൊക്കെ ഇടയിൽ വരുന്ന വ്യക്തികളായിരിക്കാം ഇത് റെസനേറ്റ് ആകുന്നത്. അങ്ങനെയുള്ള പേഴ്സൺ ഉള്ളവർക്കായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത്. അവർക്ക് പെട്ടെന്ന് ആ ഒരു ഹെർമിറ്റ് മോഡിലേക്ക് പോവുകയും നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് പെട്ടെന്ന് നിർത്തലാക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങളുടെ റിലേഷനിൽ പെട്ടെന്ന് വിള്ളലുകൾ ഉണ്ടാക്കിയ സാധ്യതയായി. ഓക്കെ, നിങ്ങൾ തങ്ങളിൽ പരസ്പരം അതേ ചൊല്ലി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരാത്തതിനും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തതിലൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അതിനെ ചൊല്ലി ബ്ലോക്കുകളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബ്രേക്കപ്പ് ആയ വ്യക്തികൾക്ക് ഒരു കാർഡ് എടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ബ്രേക്കപ്പ് ആയി പോയി ഇനി ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. എന്തായാലും അവരുടെ പേഴ്സൺ എന്തായാലും പോയി, ഇനി അവർക്ക് ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് 3 കാർഡ് എടുക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരാണ് അവരുടെ ലൈഫിലേക്ക് പുതിയതായി വരുന്ന വ്യക്തികൾ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആരാണ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതിൽ അവരുടെ ലൈഫിലേക്ക് വരുന്നത്? ഈ വീഡിയോ കാണുന്നതിൽ ആരാണ് വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ആഘോഷം വരികയാണ്. ഒരുപാട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും, നിങ്ങളുടെ റിലേഷനിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. ഒരു പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ അവരെ വേണ്ടാന്ന് വെച്ചിരുന്നതായിരിക്കും. ഒരു കാലത്ത് അവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തിയായിരിക്കാം. 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കളിച്ച് നടന്ന വ്യക്തിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവരുമായിട്ട് പാർട്ടിയും കാര്യങ്ങളുമൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല ആ സമയത്ത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബമോ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബമോ ആയിട്ട് കുടുംബപരമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നായിരിക്കും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തി. ഓക്കെ, ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് ഓഫർ തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഓഫർ സ്വീകരിക്കാതെ നിങ്ങളുടെ പേഴ്സണിൻ്റെ
ആ ഒരു ഇമോഷനിൽ നിന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയിരിക്കുന്ന പേഴ്സണുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫർ തന്ന് നിങ്ങളുടെ ലൈഫിൽ കുടുംബത്തിൽ നിന്നോ അതോ ഫ്രണ്ട്സിൽ നിന്നോ ഓഫർ തന്നിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് ആർക്ക് റെസനേറ്റ് ആയി എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനെ കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നെന്തായാലും ഫുട്ബോൾ കമൻട്രി, ക്രിക്കറ്റ് കമൻട്രി എന്തായാലും ഇല്ല, ഇന്ന് സുഖമില്ല. അതുകൊണ്ടാണ് കമൻട്രി കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാരോ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടാരോ റീഡിങ് കാണുന്നതോ അല്ലെങ്കിൽ ടാരോ റീഡ് നിങ്ങളെ പരിചയപ്പെടുത്തിയതോ ഇങ്ങനെ ഒരു ടാരോ റീഡിങ് ഉണ്ടെന്നും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഫർമേഷൻ തന്നത് തന്നെ ഈ വ്യക്തി തന്നെ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ റിലേഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അറിവ് രഹസ്യങ്ങൾ ഏൽപ്പിച്ച വ്യക്തിയായിരിക്കാം. ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം. നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അവർക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയുള്ളവരായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ശിവഭക്തി കൂടുതലായിരിക്കാം. ഇൻഡ്യൂഷൻ പവർ കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി ആര് എന്ന് നോക്കി ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നവരാണ്. എയ്റ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗ്രോത്തിന് കൂടെ നിന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രോത്ത് സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന സമയത്തും നിങ്ങളെ സഹായിക്കാനും എടുക്കാനും ഒക്കെ എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ വരികയും പോവുകയൊക്കെ ചെയ്ത വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളിലൊരു ഗ്രോത്ത് കാണണമെന്നും ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതുമായിട്ടുള്ള വ്യക്തിയായിരിക്കാം. മെയിലോ ഫീമെയിലോ ആകാം. ഓക്കെ, നിങ്ങൾക്ക് ഓഫർ തന്ന വ്യക്തി ആരെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഓഫർ തന്നതോ നിങ്ങൾ ഓഫർ കൊടുത്തതോ ആയിരിക്കാം. നിങ്ങൾ ഓഫർ കൊടുക്കാനുള്ള പെർസെൻറ്റേജ് ഒരു 10% കാണുള്ളൂ. പക്ഷെ നിങ്ങൾക്കായിരിക്കും ഓഫർ കിട്ടിയത്. നിങ്ങൾക്ക് ഓഫർ കിട്ടി ആ സമയത്ത് നിങ്ങൾ നിരസിച്ചിരുന്നു. ആ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഏസ് ഓഫ് വാൺസ് ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ ബിഗിനിങ് വരുന്നത്. ഒരുപാട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇവിടെ ആ ഒരു എനർജി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ഒന്നുകിൽ ടാരോ റീഡ് അല്ലെങ്കിൽ ഇതുപോലെ മെഡിറ്റേഷൻ കാര്യങ്ങൾ, സെൽഫ് ലവ് കാര്യങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. 2 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത കാർഡാണ്. 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം വരുന്ന നിമിഷം വരുന്നുണ്ട്. കുടുംബത്തിൽ നിന്നായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഓഫർ തന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാതിരുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്പം എല്ലാവർക്കും ഈ റീഡിങ് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.